വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളെ റെസിപ്പി നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ പത്തിരിയാണല്ലോ അധികം ഉണ്ടാക്കാറ്. അപ്പോൾ പത്തിരിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. നമ്മളിതിന് അട്ടിപ്പത്തിരി എന്നാണ് കേട്ടോ പറയൽ. പച്ചരി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി 4 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്തെടുത്ത പച്ചരിയാണ്. അപ്പോൾ നമുക്ക് 2 കപ്പ് പച്ചരി ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങയാണ്, ഒരു വലിയ മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 1.5 കപ്പ് തേങ്ങ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ചെറിയുള്ളി, 2 ഏലക്കായ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിൻ്റെ അതേ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൽ കൂടരുത്. ആ അരി നിൽക്കുന്ന അതേ ഒരു ലെവലിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി അടിച്ചെടുത്ത ഈ ബാറ്ററിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല കട്ടി പാടില്ല കേട്ടോ. ഇത് കുറച്ചൊരു തിന്നായിട്ട് വേണം ഉണ്ടാവാൻ. നല്ല തിന്നും ആവരുത്. അങ്ങനെ ഒരു ലെവൽ ഇതുപോലെ കേട്ടോ. ഇനി നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീമർ എടുക്കുക. ഞാൻ ഇഡ്ഡലി പാത്രമില്ല, അതാണ് എടുത്തിട്ടുള്ളത്. അതിലാണ് വെക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വേറെ ഇതുപോലെ ഒരു ടിന്ന്, എൻ്റെ അടുത്ത് കേക്ക് ടിൻ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തതാണ്. ഇല്ലെങ്കിൽ വേറെ അതേപോലെ ഒരു പാത്രം എടുത്ത് വെച്ചാലും മതി. ഒരു പ്ലേറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് നീളമുള്ള പ്ലേറ്റോ എടുത്താൽ മതി കേട്ടോ. അതിൽ എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലിട്ട് ഈ മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ആദ്യം ലെയറായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഒരു ലെയർ ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം കട്ടി പാടില്ല കേട്ടോ. തിന്നായിട്ടുള്ള ഒരു ലെയർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് വരും കേട്ടോ. ഒന്ന് കട്ടി ചെയ്യാൽ മതി. അപ്പം ഞാനിപ്പോൾ തുറക്കാം കേട്ടോ. ഇതട്ടോ, ഇത് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ഇതിൻ്റെ മേലെ നമ്മൾ ഒന്നുകൂടി ഓയിൽ കോട്ട് ചെയ്യുക. ഇതുപോലെ ഈ മാവ് ഫുള്ള് കഴിയണ വരെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഓരോ ലെയർ ഇങ്ങനെ ഒഴിക്കുക. അതിൻ്റെ മേലെ വെന്ത് വരുമ്പോൾ ഓയിൽ കോട്ട് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് വരെ ആകുമ്പോൾ ഒരു കുറച്ച് ലെയേഴ്സ് ഉണ്ടാവും. അതുവരെ ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ലെയർ ഒഴിച്ച ശേഷം ഒരു കുറച്ചധികം സമയം ഒന്ന് വേഗം വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരു 10 മിനിറ്റ് എങ്ങാനും വെയിറ്റ് ചെയ്യുക. ഞാൻ ഫുൾ ലെയർ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ഉള്ളത്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിന് ചൂടാറിയ ശേഷമാണ് പുറത്തേക്ക് എടുക്കുന്നത്. ഇതിൽ നിന്ന് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായ അപ്പാണ് കേട്ടോ. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ലെയേഴ്സ് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ സൈഡിൽ. ഞാനിതിന് ചിക്കൻ കറിയാണ് കേട്ടോ സൈഡായിട്ട് കൂട്ടുന്നത്. അപ്പോൾ ചിക്കൻ കറി ബീഫ് കറി ഒക്കെ ആയിട്ട് കൂട്ടാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഈ അട്ടിപ്പത്തിരി കണ്ടില്ലേ, നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.